കഴക്കൂട്ടത്ത് മൂന്നാം സ്ഥാനത്തേക്ക് പോയ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ശരത് ചന്ദ്ര പ്രസാദ് ഒരു ഞെട്ടിപ്പിക്കുന്ന ആരോപണമാണ് നടത്തിയിരിക്കുന്നത്. ബി.ജെ.പി കാൻഡിഡേറ്റ്സിനെ വിജയിപ്പിക്കാനായിട്ട് വ്യവസായി എം.എ. യൂസഫ് അലി ഗംഭീര നീക്കം നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെ എത്ര ഗൗരവത്തോടു കൂടി നമ്മൾ കാണണം? അല്ല ഇത് ഒന്ന് അവിടെ ഈ പറയുന്ന കാര്യം നമുക്ക് ഒറ്റടിക്കാൻ കൂടെ ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാനൊന്നും പറ്റില്ല. കാരണം യൂസഫ് അലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലടക്കം അദ്ദേഹത്തിൻ്റെ വലിയ പ്ലാന്റുകൾ പദ്ധതികളൊക്കെ അടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒറ്റടിക്കത് ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ല. പക്ഷെ ആകെ അദ്ദേഹം ഇപ്പം ഞാൻ ശരത്ചന്ദ്ര പ്രസാദുമായിട്ട് തന്നെ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നതിൽ നമുക്കൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അദ്ദേഹം പറയുന്നത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയ്ക്കൊക്കെ 2-3 തവണ കണ്ടിരുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളൊക്കെ തന്നെ കിട്ടും എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നത് കോൺഗ്രസിനാണ്. കാരണം എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ കോൺഗ്രസിന് അനുകൂലമായിട്ടുണ്ടായി. പക്ഷെ ഇവിടെ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ യൂസഫ് അലി അടക്കമുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന് വോട്ട് കൊടുക്കണമെന്ന് ന്യൂനപക്ഷങ്ങളോട് പറഞ്ഞു എന്നുള്ളതാണ്. യൂസഫ് അലിക്ക് അവിടെ ബന്ധങ്ങളുണ്ട് എന്നുള്ള കാര്യമൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം വരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ന്യൂനപക്ഷ മതസ്ഥാപനങ്ങളൊക്കെ പലപ്പോഴും സഹായിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ആയിട്ടൊരു വലിയ ബന്ധം ഉണ്ടാവാറുണ്ട് എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കുന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു ലോജിക്കില്ലായ്മ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നിലവിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ് ആരാന്ന് വെച്ചാൽ അത് കടകംപള്ളി സുരേന്ദ്രനാണ്. കാരണം എന്താ, അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 63,000, അതായത് 23,000-ലധികം വോട്ട് മേടിച്ച് ജയിച്ച ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് നിയറസ്റ്റ് കോമ്പറ്റീറ്റർ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരാൾ കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ശരത്ചന്ദ്ര പ്രസാദ് പറഞ്ഞത് അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകൾ അവര് ശരത്ചന്ദ്ര പ്രസാദിന് വോട്ട് കൊടുത്താൽ ചിലപ്പോൾ ജയിക്കില്ല എന്നും, പകരം അങ്ങനെ ശരത്ചന്ദ്ര പ്രസാദിന് വോട്ട് കൊടുത്താൽ CPM വോട്ടില്ലാതാവുകയും ഉറപ്പായിട്ടും അവിടെ BJP വരുമെന്നുള്ള ഭയം അവർക്ക് ഉണ്ടായി കാണും. അതുകൊണ്ട് അവര് കടകംപള്ളിക്ക് വോട്ട് കൊടുത്തിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷെ അത് ഒരു നാച്ചുറലായി ഇവിടെ സംഭവിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ശരത്ചന്ദ്ര പ്രസാദ് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം യൂസഫ് അലി UDF-നോട് കാണിച്ച ക്രൂരത കൊണ്ടാണ് താൻ പരാജയപ്പെട്ടത്. രാജീവ് ചന്ദ്രശേഖരനെയും V മുരളീധരനെയും സ്പോൺസർ ചെയ്ത് ജയിപ്പിച്ചു കൊടുക്കാൻ അന്തർധാര ഉണ്ടാക്കിയത് യൂസഫ് അലി ആയിരുന്നു. അല്ല, അതിന്റെ പിന്നിൽ അദ്ദേഹം ഉയർത്തുന്ന വാദത്തിന് ഒരു ചെറിയ ബലക്കുറവുള്ള ഒരു ഏരിയയാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ എന്തുകൊണ്ടാണ് യൂസഫ് അലിക്ക് BJP-യോട് ഇത്ര ഇഷ്ടം? അല്ല, യൂസഫ് അലിക്ക് നിരവധി ആളുകളുമായിട്ട് ബന്ധമുണ്ടാവും. പക്ഷെ അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ടാകണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അവിടെ ഞാൻ പറഞ്ഞല്ലോ ലോക്കലി നല്ല ബന്ധങ്ങളുണ്ടാവും. അവിടെ പല ആളുകൾക്കും അദ്ദേഹം വലിയ സംഭാവനകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. മറ്റൊരു കാര്യം കൂടി പറയുന്നു, യൂസഫ് അലിയുടെ നിർദ്ദേശപ്രകാരം മഹൽ കമ്മിറ്റികൾ വിളിച്ചു ചേർത്ത് കടകംപള്ളി സുരേന്ദ്രന് വോട്ട് നൽകണമെന്ന് നിർദ്ദേശം നൽകി. തനിക്ക് കിട്ടേണ്ട വോട്ടുകൾ കുറഞ്ഞു. അതിലൂടെ V മുരളീധരനെ ജയിപ്പിച്ചു. LDF-ന്റെ 6,500 വോട്ടുകൾ BJP-ക്ക് പോയെന്നാണ് ശരത് പ്രസാദ് പറയുന്നത്. അല്ല, അതൊന്നും നമുക്കിപ്പോൾ കൺഫേം ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ ആരോപണമാണ്. ഞാൻ അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ ചോദിക്കുന്നൊരു കാര്യം, സാധാരണ അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ ഇനിയിപ്പോൾ യൂസഫ് അലി പറഞ്ഞാലും ഇല്ലെങ്കിലും അത് CPM-ന് പോകുന്നതിൽ നമ്മൾ അത്ഭുതപ്പെടാനില്ലെന്നാണ്. കാരണം എന്തുകൊണ്ടാണ്, അവിടെ അവിടെ കഴിഞ്ഞ തവണ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് ഗൗതം അറിയേണ്ടത്, കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച SS ലാലാണ് 23.85% വോട്ടും അതുപോലെ 32,995 വോട്ടും എന്ന് പറഞ്ഞാൽ 33,000 എന്ന് എടുക്കാം. ആ 33,000 വോട്ടുകളെ അവിടെ കോൺഗ്രസിന് കഴിഞ്ഞവണ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ 63,690 വോട്ടുകൾ കിട്ടിയിട്ടുള്ള കടകംപള്ളി എവിടെ നിൽക്കുന്നു. രണ്ടാമതായി അവിടെ വന്നിട്ടുള്ളത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ 40,000 വോട്ടേ പിടിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത്തവണ BJP-യുടെ വോട്ട് ഉയർത്തും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ലായിരുന്നു. അവിടെ വലിയ മത്സരം കാഴ്ചവെക്കുമെന്നും ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ BJP ജയിക്കാൻ സാധ്യതയുള്ളതിൽ ഏറ്റവും സാധ്യതയുള്ള മണ്ഡലം എന്ന് പറയുന്നത് കഴക്കൂട്ടമാണ് എന്ന് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ വളരെ ചെറിയ മാർജിനിലാണ് ജയിച്ചത്, 484. പക്ഷെ എങ്കിൽ പോലുള്ള പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഒരു രണ്ടാമത് നിൽക്കുന്ന ആൾക്കല്ലേ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വോട്ടിയുള്ള ഗൗതം. അതിലെന്ത് ഇത്ര വലിയ അതിശയമുള്ളത്? അതുകൊണ്ട് അങ്ങനെ വോട്ട് ചെയ്യാൻ സാധ്യതകളുണ്ട്. അല്ല, സാധ്യത മാത്രമേ ഉള്ളൂ. അല്ല, തീർച്ചയായിട്ടും സാധ്യത അല്ലേ. BJP വരാതിരിക്കാൻ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ ശരത്ചന്ദ്ര പ്രസാദിന് വോട്ട് ചെയ്യും എന്നുള്ളത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അദ്ദേഹം പറയുന്ന കാര്യം, കേരളം മുഴുവൻ ഒരു ന്യൂനപക്ഷ തരംഗം UDF-ന് അനുകൂലമായിട്ടുണ്ടായപ്പോൾ എനിക്കത് എന്തുകൊണ്ട് ഉണ്ടായില്ല അതിന്റെ കാരണമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അല്ല, അദ്ദേഹത്തിന് അത് ഉണ്ടാവാത്തതിന്റെ ഒരു കാരണം, ലോജിക്കലി ഉള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന ഒരു കാരണമാണ്. അതായത്
അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യം. ഞാൻ പറഞ്ഞത് യൂസഫ് അലി പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നും പറയാൻ നമ്മളെ ആളല്ല. അദ്ദേഹത്തിന് അവിടെ ബന്ധങ്ങളുണ്ടാവും, സൗഹൃദങ്ങളുണ്ടാവും. അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു തർക്കമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം അവിടെ അങ്ങനെ സംഭവിക്കാനുള്ള ഒരു നാച്ചുറൽ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ, കടകംപള്ളിക്കല്ലാതെ ശരത്ചന്ദ്ര പ്രസാദിന്, കാരണം കഴിഞ്ഞ തവണ SS ലാൽ 32,000 വോട്ട് 23% വോട്ടേ പിടിച്ചുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ശരത്ചന്ദ്ര പ്രസാദ് ജയിക്കുമെന്നുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവിടെ പെട്ടെന്ന് കാണാൻ കഴിയില്ല. പക്ഷെ അത് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വിശ്വാസം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ആളുകളൊക്കെ തന്നെ എനിക്ക് വോട്ട് ചെയ്യാം എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് BJPക്ക് നൽകുന്ന ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു ഇംപ്രഷൻ ഉണ്ട്. കാരണം വ്യവസായികളൊക്കെ ഞങ്ങളുടെ ഒപ്പമാണ്, അപ്പം വ്യവസായികൾ ഞങ്ങളുടെ ഒപ്പമാണെങ്കിൽ വേണമെങ്കിൽ കേരളം പോലും പിടിക്കാമെന്ന് പറയുന്ന ഒരു ധാരണയാണ് ഇത് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഇംപ്രഷൻ അതൊന്നുമല്ല. ക്രിയേറ്റ് ചെയ്യുന്ന ഇംപ്രഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിലെ ആളുകൾ അങ്ങനെയൊന്നും ഇപ്പോൾ വ്യവസായികൾ അവരുടെ ഒപ്പം ഉണ്ടെന്ന് നോക്കുമ്പോൾ ഭയങ്കര ഇംപ്രഷൻ ഒന്നും ഉണ്ടാവില്ല. പകരം കേരളത്തിൽ ഇപ്പം ഓക്കെ, സാധാരണ ഇപ്പോൾ ഒരു പ്രോ സംഘപരിവാർ യൂട്യൂബ് ചാനലുകളൊക്കെ അത് ഇംപ്രഷനൊക്കെ ആയിട്ട് പറയും. യഥാർത്ഥത്തിൽ സംഭവിക്കാമെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു കള്ളത്തരം യൂസഫ് അലി കാണിച്ചോ എന്ന് പറയുന്ന സംശയമാണ് ആളുകൾക്ക് ആദ്യം ഉണ്ടാകാൻ പോകുന്നത്. ഇത് യൂസഫ് അലിക്ക് ഡാമേജ് ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യമാണ്. യൂസഫ് അലി അദ്ദേഹത്തിന്റെ താല്പര്യം ഉണ്ടാവുമല്ലോ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, സപ്പോസ് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന്, അല്ല അദ്ദേഹം ചെയ്തു എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം CPM-ലേക്ക് ഈ വോട്ട് കൊടുക്കാൻ പറഞ്ഞത് BJP ജയിപ്പിക്കാനാണെന്ന് കൂടിയാണ് പറയുന്നത്. ഇപ്പൊ CPM-ലേക്ക് ഈ വോട്ട് കൊടുക്കാൻ പറയുന്നു പറഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ BJP ജയിപ്പിക്കാനായിട്ട് യൂസഫ് അലി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ആരോപണമല്ലേ? അദ്ദേഹത്തിന്റെ തലയിൽ തൂവലായിട്ട്. സാറ് ഞാൻ പറയുന്നതേ, സപ്പോസ് അദ്ദേഹം ചെയ്തു എന്ന് വിചാരിക്കുക, എന്തായിരിക്കും ഉദ്ദേശം? അല്ല, ചെയ്തു എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പൊ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കാത്തൊരു കാര്യത്തിന് ഞാൻ ഉദ്ദേശിക്കേണ്ട ആവശ്യമില്ല. ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഗസ് വർക്ക് വെറുതെ നടത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ, ഗൗതത്തിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ഉത്തർപ്രദേശ് അടക്കമുള്ള നിരവധി സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് ബിസിനസ് താല്പര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അദ്ദേഹത്തിന് പിണങ്ങാനൊന്നും കഴിയില്ല. അപ്പൊ അവർ അത്ര വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടാവും, വഴങ്ങിയിട്ടുണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇതായിരിക്കും എന്നുള്ളതാണ് ഞാൻ ഊഹിക്കാൻ കഴിയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഇപ്പോൾ യൂസഫ് അലിക്ക് BJP-യോട് എന്തെങ്കിലും സ്നേഹം ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് രണ്ടുപേരും ജയിക്കട്ടെ എന്നൊന്നും വിചാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് അല്ലെന്നുണ്ടെങ്കിൽ ഇനി VV മുരളീധരനുമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബന്ധം കൊണ്ടുമായിരിക്കാം എന്നുള്ളത് വിചാരിക്കുന്നു. പക്ഷെ അതിനൊക്കെ വളരെ ചെറിയ ചാൻസേ ഉള്ളൂ. അദ്ദേഹം ഒരു ഹാർഡ് കോർ ബിസിനസ്സുകാരനാണ്. ഇന്ത്യ പോലെ വലിയ ഭരിക്കുന്ന പാർട്ടിയുടെ വലിയ സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവരുടെ അടുത്തേക്കുള്ള താല്പര്യങ്ങളോ ഉണ്ടാവും ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഒരു കാര്യം ഞാൻ അടിവരായിട്ട് ഒരിക്കൽ കൂടി പറയുന്നു, അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുണ്ടാകുമെന്ന് തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നില്ല, വിചാരിക്കുന്നില്ല. കാരണം അതിന് ഈ ആരോപണം മാത്രം പോരാ, മറ്റ് തെളിവുകൾ കൂടി വരണം.